ഏ ഏ ഇതെവിടെയാ ഇത്? ഏ ഏ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് എങ്ങോട്ടാ പോന്നെ? ആഹാ, മഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഊട്ടിയാണോ? ഊട്ടിയാണെന്ന് തോന്നില്ല. ഞാൻ ഇപ്പോൾ ജോർജിലാണ്. ജോർജിലെ കുട്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കേ, ഇന്നത്തെ ക്ലൈമറ്റ് ഫുൾ സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇന്നാണ് കുട്ടേസിലെ ഫസ്റ്റ് സ്നോ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഡേ എന്ന് പറയാം. ഇന്നലെ ജസ്റ്റ് സ്നോഫോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്നോ ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുക ഗൈസ്. അപ്പൊ ഈ ക്ലൈമറ്റില് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യാൻ പോവാം. പുള്ളി എന്റെ കൂടെ, പക്ഷെ പുള്ളി 7 മണിക്ക് വർക്കിന് പോയി. എനിക്ക് ആ സമയത്ത് എണീക്കാൻ പറ്റില്ല ഗൈസ്, എന്റെ മടി, ഞാൻ ഉറക്കമായിരുന്നു ഗൈസ്. പുള്ളി 2-3 പ്രാവശ്യം വിളിച്ചു, ഒന്ന് എണീക്ക്, വന്ന് ഡോറെങ്കിലും നീ ബ്ലോക്ക് ചെയ്യ്, എനിക്കൊരു ഗ്ലാസ് കട്ടനെങ്കിലും എടുത്തതാന്ന്. എന്നെ കൊണ്ട് പറ്റിയില്ല ഗൈസ്, പറ്റില്ല. പിന്നെ പുള്ളി സ്വന്തമായിട്ട് കട്ടനൊക്കെ ഇട്ട് സ്വന്തമായിട്ട് ജോലിക്ക്. അപ്പൊ പുള്ളിക്ക് ചെറിയൊരു പിണക്കം കാണത്തില്ല. നമുക്ക് ആ പിണക്കം തീർക്കുന്ന പുള്ളിക്കാണ് ഡയറക്റ്റ് ഒക്കെ പോയാലോ? ജസ്റ്റ് പോയി സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ പോകുന്ന വഴിയിലെ വിശേഷം നമുക്ക് അവിടെ ചെന്ന് കാണാം. ഹലോ ഗായ്സ്, ഞാൻ ആദ്യം ഒരു ബസ്സിലൊക്കെ കയറി, ബസ്സൊക്കെ ഇറങ്ങി. അത് അടുത്ത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്, ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി. ലാസ്റ്റ് ഫൈനൽ ഞാൻ ഹസ്ബൻഡിനെ കണ്ടു. ഹസ്ബൻഡാണെങ്കിൽ ജോർജൻ ചാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നോയിൽ. അതിനുശേഷം പുള്ളി ഇതേപോലെ സ്റ്റുഡൻസ് ഇങ്ങനെ സ്റ്റെപ്പിൽ വീഴുന്ന കണ്ടു. അപ്പോഴത്തേക്കും വിചാരിച്ച് സ്റ്റെപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന്. അങ്ങനെ സ്റ്റെപ്പിൽ ഐസൊക്കെ ഇങ്ങനെ കോരി മാറ്റുക. അതിനുശേഷം പുള്ളി വേറെ വർക്ക്സ് ഉണ്ടായിരുന്നു, ആ വർക്ക്സിനൊക്കെ പോയി. അതൊക്കെ സ്നോ പെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഇതേപോലെ വണ്ടി ഇതുപോലെ അകപ്പെട്ടു, പിന്നെ വണ്ടി എടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെന്നൊക്കെ പുള്ളി ഇങ്ങനെ കഥകൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അതൊക്കെ മേടിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങത്താ, ഞാൻ എല്ലാം റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ 2 ഇളക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയാണെന്ന്. ലാസ്റ്റ് ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി ഗായ്സ്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അത്യാവശ്യം ഇത് 1 മണിക്കൂർ നീണ്ട ഒരു കഷ്ടപ്പാടായിരുന്നു ഗായ്സ്, ഭയങ്കര പാടായിരുന്നു. ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഈ വണ്ടി ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു ഹോസ്റ്റലിലേക്ക്, ഇവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് ആ ഹോസ്റ്റലിൽ എത്തിക്കണം. അപ്പം അതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടായിരുന്നു. അടുത്ത ജോർജിയിലെ വിശേഷം പിന്നെയും കാണാം. ബൈ.